നമസ്കാരം. കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ മാളയിൽ വന്നിട്ട് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞെന്ന് പറഞ്ഞു. ഇവിടെ കൊടുങ്ങല്ലൂർ ആരും ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കണ്ട എന്നുള്ളത്. അത് പിന്നീട് മാധ്യമങ്ങൾ എൻ്റെ പേര് കൂട്ടിച്ചേർത്താണ് അതിൽ വായിച്ചത്. എനിക്കതിലൊരു കാര്യമേ പറയാനുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ വോട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് ഞാനിവിടെ അടിത്തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 7000-8000 വീടുകൾ ഞാൻ കയറിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പ്രതിഷേധിച്ചിട്ടുണ്ട്. നട്ടുച്ച വെയിലത്ത് നിന്ന് റോഡ് സൈഡിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ബേസിസിലാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. എൻ്റെ വികസന കാഴ്ചപ്പാട്, എൻ്റെ എക്സ്പീരിയൻസ്, ഇതിൻ്റെ എല്ലാം പേരിലാണ് ഞാൻ ചോദിക്കുന്ന വോട്ട്. പിന്നെ മുതലക്കണ്ണീരിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയി നോമിനേഷന് കൊടുക്കാനായിട്ട് എത്രയോ കോൺഗ്രസ്സുകാർ അവിടെ പോയി പ്രാർത്ഥിച്ച് മീഡിയനെ കൊണ്ടുപോയി നോമിനേഷൻ കൊടുക്കുന്നു. ഞാൻ ഒരു സംശയം കൂടെ ചോദിച്ചട്ടെ. ഇന്ന് ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ കല്ലറയിൽ പോയ എത്ര പേര് അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ട് നോമിനേഷൻ കൊടുക്കാൻ പോകും? കാരണം ഇതിൽ ഐയും എയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിനെ പുറകിൽ നിന്ന് കുത്തിയ ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വന്ന് ഇന്ന് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നു. അതിനല്ലേ മുതലക്കണ്ണീരെന്ന് പറയുന്നത്. ചാണ്ടിയുമ്മന് ധൈര്യമുണ്ടോ ആ ആൾക്കാർക്ക് എതിരെ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ട്? അത് രാഷ്ട്രീയമാണ്. ഞാൻ ചാണ്ടീനെ കുറ്റം പറയുന്നില്ല. ചാണ്ടി എന്നേക്കാൾ ഒരു 10-15 വയസ്സ് ഇളയതാണ്. ഞാൻ അനിയനായിട്ട് കാണുന്നുള്ളൂ. അത് കാരണം എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, എൻ്റെ പ്രവർത്തകർ, എൻ്റെ അനുഭാവികൾ, എന്നെ ഇഷ്ടപ്പെടുന്നവർ ചാണ്ടി ഉമ്മനെ ചീത്ത പറയാനോ സോഷ്യൽ മീഡിയയിൽ കുറ്റപ്പെടുത്താനോ പോകരുത്. അവൻ എൻ്റെ അനിയനെ പോലെയാണ്. അവനോട് ക്ഷമിക്കാനുള്ള ഉത്തരവാദിത്തം ഒരു പ്രായം കൂടിയ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്കുണ്ട്. അത് കാരണം എല്ലാവരോടും ഞാൻ ഇത് മാത്രം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.